അല്ല മോനെ മുരളി, അങ്കിളെ, സന്ധ്യ അവളുടെ ഫാമിലിയൊക്കെ 10 മണിക്ക് തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങളെല്ലാം റെഡിയായി വെയിറ്റ് ചെയ്തിരിക്കുന്നേ. എന്നിട്ട് അവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. എന്റെ അങ്കിളെ, ആത്മാവിനെ അകറ്റാനാണെന്നും പറഞ്ഞ് നമ്മുടെ കുടുംബം മുഴുവൻ എത്ര മണിക്കൂർ ഔട്ട് ഹൗസിൽ കാത്തിരുന്നത്. അതുപോലെ പാമ്പിനെ പിടിക്കാനെന്നും പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ നമ്മൾ റൂമിനകത്ത് അടച്ചിരുന്നിട്ടില്ലേ? എന്റെ സന്ധ്യ ഒന്നിങ്ങോട്ട് വന്നോട്ടെ, അതിനുവേണ്ടി എല്ലാവർക്കും കുറച്ചു നേരം കൂടി ഒന്ന് കാത്തിരിക്കാൻ പറ്റില്ല അങ്കിളെ? കൊള്ളാലോ മോനെ, നിനക്കൊരു പെങ്കൊച്ച് ഇങ്ങോട്ട് വരുന്നു എന്ന് അറിഞ്ഞപ്പോ തന്നെ നീ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയല്ലേ? ഇവൻ എന്തു പറഞ്ഞു നേട്ടനെ പറയുന്നേ? എന്റെ മരുമകൾ വരാൻ പോകുന്ന നേരത്ത് ആത്മാവ് പാമ്പ് എന്നൊക്കെ അപശകുനം പറയുന്നത് കേട്ടില്ലേ ഏട്ടാ? അല്ലെങ്കിലും ഈ കൊട്ടാരത്തിൽ ആത്മാവോ പാമ്പോ ഒന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാ. ജാനകിയുടെ ആത്മാവ് ഇവിടെ ഇല്ലായിരിക്കാം, പക്ഷേ ഒരു നാഗകന്യകയായ ഞാനില്ലേ ഇവിടെ. മുരളി, ഈ നല്ല നേരം നോക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു നിൽക്കാതെ സന്ധ്യയ്ക്ക് ഫോൺ ചെയ്ത് അവരെവിടെ എത്തിയെന്ന് അന്വേഷിക്കാൻ നോക്ക്. അതേടാ മുരളി, ആദ്യം അവരെവിടെ എത്തിയെന്ന് ചോദിക്കേ. നീ ഒന്നും മിണ്ടായിരുന്നേ. രാവിലെ മുതൽ ഒരു 10 പ്രാവശ്യങ്ങൾ വിളിച്ചിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് എന്തിനാ അവർ വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നേ? നമ്മുടെ മുരളി ഒരുപാട് മാറിപ്പോയല്ലോ അച്ഛാ. മുരളി പേടിക്കുന്ന ഞാൻ ആദ്യമായിട്ട് കാണുക. എന്തായാലും കടിഞ്ഞാണില്ലാതെ ഓടിക്കൊണ്ടിരുന്ന നമ്മുടെ വീട്ടിലെ ഈ കുതിരയെ സന്ധ്യ പിടിച്ചടക്കി. ഈ നിലയ്ക്ക് പോയാ അവള് വരുമ്പോ മിക്കവാറും ഒരു മൂക്ക് കയറും കൊണ്ടായിരിക്കും വരുന്നേ. എനിക്കിപ്പോ കണ്ണ് കാണായിരുന്നെങ്കിൽ ഇവിടെ ഒരാളെ പോലും ഞാൻ സംസാരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഓരോ കലികാലം, അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ. അല്ല ധർമ്മജ, എന്താളിയാ പറയളിയാ? എന്താടാ നീ എന്റെ മുഖത്തേക്ക് നോക്കാതെ അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്നേ? അയ്യോ, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ലളിയാ. അളിയൻ എന്താ പറഞ്ഞു വരുന്നെന്ന് കാതു കുറിപ്പിച്ച് കേൾക്കായിരുന്നു. എല്ലാരും വലിയ സന്തോഷത്തിലാ, നീ മാത്രം എന്താ മിണ്ടാതിരിക്കുന്നേ? അത് വേറൊന്നും ഉണ്ടായിട്ടല്ലളിയാ. മുരളിയുടെ കല്യാണം നടക്കാൻ പോലെ അളിയാ. അതാ സന്ധ്യയുടെയും മുരളിയുടെയും കല്യാണം ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ എത്രയും പെട്ടെന്ന് ഭംഗിയായി നടക്കണമെന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. വരുന്നവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം തീരുമാനിക്കാം നമുക്ക്. അതൊന്ന് കേട്ടാ മതി എൻ്റെ അളിയാ. അല്ല ധർമ്മ, ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് കരുതിയതാ. നീ എന്തിനാ വീട്ടിനകത്ത് കൂളിംഗ് ഗ്ലാസും വെച്ചിരിക്കുന്നേ? കണ്ണുവേദന വല്ലതും ഉണ്ടോ? അത് കണ്ണുവേദന ആയതുകൊണ്ടൊന്നുമല്ലളിയാ. കണ്ണട വെച്ചാ നമുക്ക് ദൃഷ്ടി കേൾക്കില്ലെന്നാ. തന്റെ ഉണ്ടക്കണ്ണ മറ്റുള്ളവർക്കെല്ലാം ദൃഷ്ടി. അല്ലെങ്കിലും തന്നെ ആര് കണ്ണു വെക്കാനാ? രാത്രി മുഴുവൻ മൂക്കറ്റം വലിച്ചു കേട്ടിട്ട് ചുവന്നിരിക്കുന്ന തന്റെ കണ്ണാരും കാണാതിരിക്കാൻ വേണ്ടിയല്ലേ താൻ ഇങ്ങനെ കണ്ണട വെച്ച് ഇവിടെ ഇരിക്കുന്നേ? നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ പെണ്ണുമ്പളെ? ഇതുകൊണ്ട് തന്നെയാ ഇങ്ങനെ ഓവറായിട്ട് കുടിക്കില്ലെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറ്. ഇപ്പൊ നിങ്ങക്ക് സമാധാനായില്ലേ? എല്ലാവരും നിങ്ങളെ വട്ടം കൂടിയിരുന്ന് കളിയാക്കുന്ന കണ്ടില്ലേ? ഇത്രയും നാള് ഞങ്ങൾ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ ഒരു പെങ്കച്ചിങ്ങോട്ട് വരാൻ പോവാ. ഇനിയെങ്കിലും നിങ്ങളുടെ കൂടി ഒന്ന് നിർത്ത് മനുഷ്യ. ആ പറഞ്ഞ കാര്യം ശരിയല്ലേ? സന്ധ്യ ഈ വീട്ടിൽ മരുമോളായിട്ട് വന്നാലെങ്കിലും ധർമ്മേട്ടന്റെ ഈ കൂടിയൊന്ന് നിന്നാ മതിയായിരുന്നു. ഒന്ന് മാറ്. ഒന്ന് പതുക്കെ പോവണേ. എന്തിനു കയറി പിടിച്ച് തള്ളുന്നേ? എടാ മുരളി, അങ്ങോട്ടാ പുറത്തേക്ക്. നീ അല്ലേ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞ? ആ ടെൻഷൻ അടക്കി ഞാൻ മറന്നു പോയതാ. കോളം ആക്കല്ലേ. എടാ കണ്ണ് കാണാൻ പതുക്കെ വലിക്കടാ. വരണം വരണം. നമസ്കാരം. നമസ്കാരം. നിങ്ങള് ആരാന്ന് മനസ്സിലായില്ല അല്ലേ? ഞങ്ങള് സന്ധ്യയുടെ അച്ഛനും അമ്മയാ. ഓ നമസ്കാരം, വളരെ സന്തോഷം. സന്ധ്യ വന്നില്ലേ? അവള് വന്നിട്ടുണ്ട്. സന്ധ്യയെ കാണാൻ വേണ്ടി തന്നെയാ ഞങ്ങൾ എല്ലാരും രാവിലെ മുതൽ കാത്തിരിക്കുന്നേ. ഇറങ്ങാൻ പറയേ ഞങ്ങളുടെ വീടിന്റെ മഹാലക്ഷ്മിയോട്. സന്ധ്യയെ ഇറങ്ങുമോളെ. ഇവളല്ലേ? ഹായ്, ഐ ആം പത്മാവതി.
അല്ല, താങ്ക് യു സോ മച്ച്. എന്താരും ഒന്നും മിണ്ടാത്തെ? പെൺകുച്ചിനെ കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എന്തിനാ ദൈവമേ എനിക്ക് ഇങ്ങനൊരു ഗതി വരുത്തിയേ? ഇവളെ പോലെ എത്തിയല്ലേ അന്ന് മോളിൽ വെച്ച് കണ്ടത്. പക്ഷെ അവള് പത്മാവതി എന്നാണല്ലോ പേര് പറഞ്ഞ. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എടാ മുരളി, സന്ധ്യ വന്നിരിക്കുന്ന കണ്ടില്ലേ? സന്തോഷത്തോടെ അവളെ ചെന്ന് വെൽക്കം ചെയ്യാനുള്ളതിന് നീ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന അതല്ലടോ, ഞാൻ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക ഇവിടെ. എടാ, ഇത്രയും നാൾ കാത്തിരുന്ന ഒരാൾ കൺമുമ്പിൽ വന്ന് നിൽക്കുമ്പോ നിനക്ക് പിന്നെ എന്ത് കൺഫ്യൂഷനാ? എടാ, ഇവളെ പോലെ എത്തിയ ഞാൻ മുമ്പ് ഒരിക്കലും ഷോപ്പിങ്ങിന് മോളിൽ പോയപ്പോ കണ്ടിട്ടുള്ളതാ. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ ഗംഗേ? ശരിക്കും കാണാൻ ഇവരെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പേരെന്തോ പത്മാവതി എന്നാ പറഞ്ഞത്. അന്ന് കണ്ട പത്മാവതി ഞാൻ തന്നെയാ. എന്റെ മുഴുവൻ പേര് സന്ധ്യ പത്മാവതി എന്നാ. ഫേസ്ബുക്കിൽ മാത്രാണ് ഞാൻ സന്ധ്യ. പക്ഷെ എല്ലാവരും എന്നെ വിളിക്കുന്നത് പത്മാവതി എന്നാ. സോറി സന്ധ്യ, എനിക്കൊന്ന് ആളെ മനസ്സിലാവാത്തോണ്ടാ മോളിൽ വെച്ചാൽ നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിപ്പോയത്. മുരളിയെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ടാ അന്ന് ഷോപ്പിംഗ് സെന്ററിൽ വെച്ച് ഞാനങ്ങനെ പെരുമാറിയത്. നീ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിക്കുന്നത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി സന്ധ്യ. അല്ല പത്മാവതി, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന കണ്ടിട്ട് മുമ്പേ കണ്ട് പരിചയപ്പെട്ട പോലെ ഉണ്ടല്ലോ. ആദ്യമായി കണ്ടപ്പോ തന്നെ ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുക ചെയ്തത് അല്ലേ? എടാ മുരളി, ഓവറായിട്ട് സന്ധ്യയോട് ചാറ്റ് ചെയ്ത് മൊത്തം കുളമാക്കി നീ. അന്ന് ഞാനും ഗംഗയെ സന്ധ്യ പരിചയപ്പെട്ടിരുന്നു. ഗംഗ അന്നൊരു സാരി എടുത്തിരുന്നു. സന്ധ്യക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ ഗംഗ അവൾക്കത് കൊടുക്കുകയും ചെയ്തതാ. സന്ധ്യയാണെങ്കിൽ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റ് വൗച്ചർ ഞങ്ങൾക്ക് തരുകയും ചെയ്തു അന്ന്. അപ്പൊ പെങ്കൊച്ചു വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടത്തി രണ്ടുപേരും തമ്മിൽ ചരടുവലികളൊക്കെ നടത്തി കഴിഞ്ഞല്ലേ? പെൺകുട്ടിയെ ഇവിടെയുള്ളവർ നേരത്തെ കണ്ട് പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇനി എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടക്കും. സന്ധ്യ ഞങ്ങളുടെ മരുമോളായിട്ട് വന്നാ ഞങ്ങൾക്ക് സന്തോഷമാ. എന്നാ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അകത്തേക്ക് വാ, വന്നാട്ടെ. വാ സന്ധ്യ. നിങ്ങൾ മലേഷ്യ സെറ്റിൽ ചെയ്തിരിക്കാന്ന് മുരളി പറഞ്ഞിരുന്നു. എനിക്കും അവിടെ മലേഷ്യയില് ഗ്രാനൈറ്റ് ബിസിനസ് ഉണ്ട്. അല്ല, നിങ്ങളുടെ കുടുംബ വീട് ശരിക്കും എവിടെയാ? ഇരുന്നാട്ടെ. എന്റെ കുടുംബ വീട് തെക്കൻ കേരളത്തിൽ ശ്രീമംഗലം എന്ന സ്ഥലത്താ. ശ്രീമംഗലത്തുകാരാണോ നിങ്ങള്? ശ്രീമംഗലത്തെ കുറിച്ച് അറിയാലേ? അറിയാവോന്നോ? ഉളിയോട്ടിൽ ഭഗവതിയുടെ തിറയാട്ട് വളരെ പ്രസിദ്ധമല്ലേ? ഇത് നല്ല കാര്യമായി. ഇവിടെ കൊച്ചി കിടന്നിട്ട് അങ്ങ് തെക്കൻ കേരളത്തിലുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ച് എനിക്ക് എങ്ങനെ അറിയാവുന്നതാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്റെ സുഹൃത്ത് ഒരു കൃഷ്ണൻ സ്വാമി 3 ശക്തി സ്രോതസ്സുകൾ ത്രികോണാകൃതിയിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് നാഗങ്ങളുടെ അനുഗ്രഹത്തോടെ ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ക്ഷേത്രം അന്വേഷിച്ച് ഞങ്ങള് യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരാളെ കാണാനിടയായി. അദ്ദേഹമാണ് അത്തരത്തിൽ ദിവ്യശക്തികളുള്ള ഒരു ക്ഷേത്രം നിങ്ങളുടെ ശ്രീമംഗലത്തുണ്ടെന്നും ശാന്തസ്വരൂപയും ഉഗ്രരൂപിണിയും അഭീഷ്ടവരദായിനിയുമാണ് ആ ദേവിയെന്നും പറഞ്ഞത്. അവിടെ നാഗചൈതന്യത്തോടെ വാഴുന്ന മഹാവീര സ്വാമിയെ പറ്റിയും അദ്ദേഹം പറഞ്ഞു. ഉടൻ തന്നെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അതിനുശേഷമാണ്
എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ലഭിച്ചത്. ഞാൻ ആ ക്ഷേത്രത്തിൽ ചെന്നെത്തുകയും ഭഗവതിയുടെ അനുഗ്രഹം സ്വീകരിക്കുകയും ചെയ്തതോടെ എന്റെ ജീവിതത്തിൽ ആകെ മാറ്റങ്ങളുണ്ടായി. അപ്പോ കാട്ടമ്മയുടെ സന്നിധിയിൽ നീ കാലെടുത്ത് വെക്കാൻ കാരണമായത് ശ്രീമംഗലത്ത് മഹാവീരസ്വാമിയുടെ അനുഗ്രഹത്താലാണല്ലേ? ഈ സന്ധ്യ ആ നാട്ടുകാരിയാണ്. രാജശേഖരന് പ്രിയപ്പെട്ടവളായ ഈ ശ്രീമംഗലത്തുകാരി ഒരിക്കലും എനിക്ക് വേണ്ടപ്പെട്ടവളാകില്ല. ഇവളെ വകവയ്ക്കേണ്ട കാര്യവും എനിക്കില്ല. അളിയന്റെ ഏത് സൈഡിലാടാ? അച്ഛന്റെ ലെഫ്റ്റ് സൈഡ് നിൽക്കുക. ലെഫ്റ്റിലാ? വാലിയ അല്ല, വന്നവരോട് ഇങ്ങനെ ആത്മീയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നമുക്ക് കാര്യങ്ങളിൽ കിടക്കണ്ടേ അളിയാ? പയ്യന്റെ അച്ഛനല്ലേ ഞാൻ, എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാളിയാ? ധർമ്മ, നിന്നെ പറ്റി പറയാൻ തുടങ്ങായിരുന്നു ഞാൻ. അതിനു മുമ്പ് നീ ഇടയിൽ കയറി. ഇവൻ ധർമ്മജൻ, നമ്മുടെ ചെറുക്കന്റെ അച്ഛനാ. നമസ്കാരം. നോണം കെടുത്തു ഈ മനുഷ്യൻ. പെൺകുട്ടിയുടെ അച്ഛനമ്മ ഇവിടെ ഇരിക്കുന്നേ, പിന്നെന്തിനാ ധർമ്മേട്ട ഏട്ടനെ നോക്കി നമസ്കാരം പറയുന്നേ? അല്ല ദേവി, അതിന്റെ കീഴ്വഴക്കം ശരിക്കും ഇങ്ങനെയാ. ആരാണോ നമ്മളെ പരിചയപ്പെടുത്തുന്നത് അവർക്ക് ആദ്യം നമസ്കാരം പറഞ്ഞിട്ട് വേണം വന്നിരിക്കുന്നവർക്ക് നമസ്കാരം പറയാൻ എന്നതാണ് രാഷ്ട്രീയ കീഴ്വഴക്കം. രാഷ്ട്രീയ കീഴ്വഴക്കം എന്നൊക്കെ പറഞ്ഞ് വീണെടുത്ത് കിടന്ന ഉരുളാൻ പണ്ടേ മിടുക്കനാണല്ലോ. കണ്ണ് കാണാതെ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ആ തിരുവായൊന്ന് അടച്ചു പിടിച്ചുകൂടെ എന്റെ പൊന്നു ദേവി? ഇവൻ എന്റെ ഒരേ ഒരു അളിയൻ. അതെ അതെ, ഇവളാണ് ധർമ്മജന്റെ ഭാര്യ ലീല. നമസ്കാരം. ഞങ്ങൾക്ക് നിങ്ങളുടെ മോളെയും നിങ്ങളെയും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടായി. എടാ മോനെ, അല്ല, എന്നാ പിന്നെ നമുക്ക് ഇന്ന് തന്നെ നല്ലൊരു സമയം നോക്കി ഒരു ചടങ്ങെന്ന നിലയിൽ ആ മുഹൂർത്ത പത്രിക കൈമാറാല്ലേ? നിങ്ങൾ എങ്ങനെ പറയുന്നു നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. എന്നാ നിങ്ങൾ ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്ക്. ഞാനൊരു നല്ല സമയം നോക്കി പറയാം. ശരി. മോളെ ലീലേ, ഏട്ടാ ഇവരെ കൂട്ടിക്കൊണ്ടുപോയി വയറ് നിറച്ച് ഭക്ഷണം കൊടുക്ക. ശരി ഏട്ടാ, ഒരു ഭക്ഷണം ചെന്നാട്ടെ. വാ മോളെ. വരൂ. മഹാഭാവി, ഒരു പെണ്ണിനെ കണ്ടപ്പോ തന്തേ കളഞ്ഞിട്ടങ്ങ് പോയില്ലടാ. ഒന്നുമില്ല, ഒന്ന് സ്ലിപ്പായി പോയതാ. അതെ മാധവ, എനിക്ക് വിളമ്പുന്ന ഭക്ഷണത്തിന്റെ പകുതി ഞാൻ നിനക്ക് തന്നേക്കാം. എന്നെ നീ ആ ഡൈനിങ് ടേബിൾ വരെ ഒന്ന് കൊണ്ടുപോകും. നിക്കടാ, ഫോൺ അടിക്കുന്നുണ്ടല്ലേ. ആ ഹലോ, മുഖ്യമന്ത്രിയാ? പറയേ. അയ്യോ, ഉച്ചയ്ക്കുണ്ടാ ഞാൻ ഉണ്ടാവില്ല. ഇതിപ്പോ എങ്ങനെയാ? അല്ലെങ്കി നേരിട്ട് തന്നെ ചോദിച്ചാലോ? ഞാനിപ്പോ എന്തു പേരിലാ വിളിക്കണ്ടേ? സന്ധ്യാന്ന് വിളിക്കണോ അതോ ഞാൻ ഇനി പത്മാവതിന്ന് വിളിക്കണോ? സന്ധ്യ പത്മാവതി എന്ന് മുഴുവനായിട്ട് അങ്ങ് വിളിച്ചു മോള്. അത് വേണ്ട, ഞാൻ എങ്ങനെയാ വിളിക്കണ്ടേന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാ വിളിക്കാൻ പോണേ? എടുത്തി. എന്താ ഏടത്തിന്നൊന്നും വിളിച്ച് എന്നെ അങ്ങനെ അകറ്റി നിർത്താൻ നോക്കണ്ട. മായ എന്നെ പേര് എന്നെ വിളിച്ചാ മതി. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കാം. ഏട്ടന്റെ ഭാര്യയ്ക്ക് കുറച്ച് ബഹുമാനം കൊടുക്കണ്ടേ? അതുകൊണ്ടാ ഞാൻ ഏടത്തിന്ന് വിളിക്കാന്ന് വിചാരിച്ചേ. ശരി, ഇനി നമ്മള് ഫ്രണ്ട്സ് ആന്ന് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. താങ്ക് യു മായ. എനിക്ക് ഈ കൊട്ടാരം മുഴുവനൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്.
നീ ഒന്ന് കൊണ്ട് കാണിക്കതൊക്കെ. ഈ കൊട്ടാരത്തിലേക്ക് ആദ്യമായിട്ട് ആര് വന്നാലും ഇവിടെ മുഴുവൻ നടന്ന് കാണണം എന്ന് പറയാറുണ്ട്. ഞാൻ കൊട്ടാരം മുഴുവൻ കാണിച്ചു തരാം. വാ സന്ധ്യ. ഓക്കേ. വാ. ഇതാണ് ഞങ്ങളുടെ കൊട്ടാരത്തിൽ. മായമോളെ, അമ്മ വിളിക്കുന്നുണ്ട്. ആ ശരി. സന്ധ്യ, അമ്മ എന്നെ അന്വേഷിക്കുന്നുണ്ട്. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ഓക്കേ. വലിയ പുറ്റാണല്ലോ. അത് കാണാൻ എന്ത് രസാ. അവിടെ പോയി നിന്നൊരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യണം. ഹേയ് സന്ധ്യ, പേടിച്ചു പോയത് ഞാനാ. എന്താ ഇവിടെ ഇങ്ങനെ നിന്ന് തിരിയുന്നേ? നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കലെന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വന്നേ. അച്ഛനും അമ്മയോട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ആദ്യം അവരോട് പോയി സംസാരിക്കാം. അതിനിപ്പോ എന്താ, ഞാൻ ചെന്ന് അങ്കിളുടെ ആന്റിയുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി. എനിക്ക് വയ്യ. നിന്റെ എക്സ്പ്രഷൻ കാണുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ തരാൻ തോന്നുക. ഉമ്മ. കിച്ചുനെ അവൾ കാണാൻ ഇടവരരുത്. ഗംഗേ വന്നേ, നമുക്ക് രണ്ടാൾക്കൊരു സെൽഫി എടുക്കാം. ഇതെന്തിനാ ഇവിടേക്ക് വന്നത്? ഇത് പാമ്പിന്റെ പുറ്റാണ്, ഇവിടെ ഒന്നും വരാൻ പാടില്ല. എന്താ വന്ന എന്തുണ്ടാവും? പാമ്പ് വെളിയിലേക്ക് വന്നാ അത് ആപത്താകും. എന്തിനാ ചിരിക്കുന്നേ? ഈ കൊട്ടാരമുറ്റത്ത് ഇത്രയും വലിയൊരു പുറ്റുണ്ടായിട്ട് ഇത്രയും കാലം നിങ്ങൾക്ക് ആർക്കും വരാത്ത ആപത്താണോ എനിക്ക് വരാൻ പോണത്? കൊട്ടാരത്തിലെ മരുമകളാണെന്ന് കരുതി എന്നോട് ആജ്ഞാപിക്കൊന്നും ചെയ്യല്ലേ ഗംഗേ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നിന്റെ നല്ലതിനു വേണ്ടി പറഞ്ഞതാ. പാമ്പ് വരുമെന്ന് കരുതിയില്ല ഇങ്ങനെ പേടിക്കുന്നേ. പാമ്പ് വന്ന് എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഒരു കമ്പെടുത്ത് അതിനെ അടിച്ച് കൊന്നു കളഞ്ഞാ മതി. പാമ്പിനെ അടിക്കുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെന്തിനാ ഇങ്ങനെ മുഖം കയറ്റിപ്പിടിച്ച് നിൽക്കുന്നേ? അയ്യോ, ഇത് തമാശയല്ല. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ വന്നത്. അതുകൊണ്ട് ഒരു ആപത്തുണ്ടാവാതിരിക്കാൻ പറഞ്ഞതാ. ഇനി മേലാൽ ഇവിടെ വരരുത്. അതുപോലെ ഇത് സെൽഫി എടുക്കേണ്ട സ്ഥലവും അല്ല. വന്നേ. എന്റെ സ്വാതന്ത്ര്യം ഞാൻ ആർക്കും വിട്ടുകൊടുക്കാറില്ല. ഗംഗ എടുത്ത സാരി എനിക്ക് തന്നതുകൊണ്ട് ഞാൻ നീ പറയുന്നത് അനുസരിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒരു സെൽഫി വാന്നേ, നമുക്ക് അതിനടുത്ത് ഇന്നെടുക്കാം പ്ലീസ്. വേണ്ട സന്ധ്യേ. അയ്യോ, അതല്ല പറയുന്ന കേക്ക്. ഇവിടെ നിന്നൊന്ന് ഫോട്ടോ എടുത്തുകൂടാ? വന്നേ. എന്താ ഗംഗേ ഇങ്ങനെ എടുക്കരുത് എടുക്കരുതെന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് എന്തായാലും ഒരു ഫോട്ടോ എടുക്കാൻ തോന്നുന്നത്. പ്ലീസ് ഒരൊറ്റ സെൽഫി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. വാ വാ ഗംഗേ, വന്ന് നിക്ക്. നൈസ്. ഇത് കണ്ടോ ഗംഗേ, ആപത്തെന്ന് നീ പറഞ്ഞു പുറ്റ്. ഈ ഫോട്ടോ കാണാൻ എന്ത് രസമല്ലേ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ ഈ പുറ്റിനകത്തുണ്ട്. എന്നെ ഇവിടുന്ന് രക്ഷിക്കേ. എന്തോ ശബ്ദം അകത്തുനിന്ന് കേൾക്കുന്ന പോലെ തോന്നുന്നില്ലേ? ഇത് പാമ്പിന്റെ പുറ്റാണെന്ന് പറഞ്ഞില്ലേ? അതിന്റെ ചീറ്റിലായിരിക്കും കേട്ടത്. എന്തിനാ ഇവിടെ ഇങ്ങനെ നിക്കുന്നേ? അല്ല ഗംഗേ, ഇത് പാമ്പിന്റെ ശബ്ദമായിട്ട് എനിക്ക് തോന്നിയില്ല. വേറെന്തോ ശബ്ദം ഇത്.
ഞാൻ ഈ പുറ്റിനകത്തുണ്ട്, എന്നെ രക്ഷിക്കേ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കല്ലേ കൂടുതൽ അറിയാ. നീ ഞങ്ങളുടെ വീട്ടിലുള്ളിടത്തോളം ഞങ്ങൾ വേണം നിനക്കൊരു ആപത്ത് വരാതെ നോക്കാൻ. അതുകൊണ്ട് ഞാൻ ഇത്രയധികം പറയുന്നത്. ഒന്ന് പോയേ. രക്ഷിക്കണേ. ആദ്യം നമ്മൾ കണ്ടപ്പോ ഗംഗ എന്നെ വല്ലാതെ ഇംപ്രസ് ചെയ്തു. എന്നാ ഇപ്പൊ നീ എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യാ. ഗംഗ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഐ എം ടോട്ടലി ഡിസപ്പോയിന്റഡ്. പാമ്പിനെ തല്ലിക്കൊല്ലുന്ന മറ്റാരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു പോയേനെ. എനിക്കെന്താ പക്ഷെ ഇവളോട് ഒരു ദേഷ്യവും തോന്നാത്തത്? എന്താ അത്?